ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു മീഡിയ ഡ്രൈവിലാണ് കേട്ടോ. അപ്പോൾ കൂടെയുള്ള ബ്യൂട്ടിഫുൾ ഒരു റെഡ് ബ്യൂട്ടീനെ കണ്ടല്ലോ. സ്കോഡയുടെ ഏറ്റവും പുതിയ കൈലാക്കാണ്. നമ്മൾ ജസ്റ്റ് വാക്ക് അറൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മാസം മുന്നേ ഒക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ ഡ്രൈവിനടുത്തേക്കുമാണ്. ലൊക്കേഷൻ ഗോവയാണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിനെ പറ്റി അറിയാമല്ലോ. സബ് 4 മീറ്റർ കോമ്പാക്ട് SUV കാറ്റഗറിയിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ മോഡലാണ് സ്കോഡയുടെ സൈഡിൽ നിന്നുള്ള. അപ്പോൾ ഈ ഒരു വാഹനം ലുക്കും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ലുക്ക് കാണുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞ പോലെ ഒതുക്കമുള്ള ടൈപ്പ് ഓഫ് ഒരു ലുക്കും കാര്യങ്ങളും ഒക്കെയാണ്. അതേപോലെ തന്നെ നിലവിൽ ഈ ഒരു വാഹനത്തിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് കിയ, വെന്യൂ, ബ്രസ, നെക്സോൺ തുടങ്ങിയിട്ടുള്ള മോഡൽസാണ് ശരിക്കും കോമ്പറ്റീഷനായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകതകൾ ഞാൻ ആദ്യം തന്നെ പറയാം. ഭാരത് NCAPൽ 5 സ്റ്റാർ റേറ്റിംഗ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സേഫ്റ്റിയുടെ സൈഡ് പെർഫെക്റ്റ് ആണ്. ഇപ്പം സ്കോഡയുടെ സൈഡിൽ നിന്നുള്ള വാഹനങ്ങൾക്കെല്ലാം തന്നെ സേഫ്റ്റി സൈഡ് വളരെ പക്കയാണല്ലോ. അതേപോലെ ഈ ഒരു വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം നോക്കുമ്പോഴത്തേക്കും NQB AQiN പ്ലാറ്റ്ഫോമിലാണ് വന്നിട്ടുള്ളത്. നിലവിലുള്ള സ്കോഡയുടെ വാഹനത്തിൽ കിട്ടുന്ന ആ ഒരു സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ്. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു വെഹിക്കിളിൻ്റെ ഹാൻഡ്ലിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കുറേ ദൂരം ഓടിച്ച് വന്ന് നിൽക്കുന്ന ഒരു നിപ്പാണ്. അത്യാവശ്യം ഈ ഒരു ഗ്രൗണ്ട് കാര്യങ്ങൾ കാണുമ്പോൾ അറിയാമല്ലോ, കുറച്ചൊരു ഓഫ് റോഡ് സെഷൻ കാര്യങ്ങൾ പോലെ. അതായത് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടെറൈൻസിൽ എങ്ങനെയുണ്ട് ഹാൻഡ്ലിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. വളരെ കംഫർട്ടബിൾ ആണ്. അത്യാവശ്യം നല്ലൊരു ക്ലിയറൻസ് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു എൻജിൻ സൈഡ് നോക്കുമ്പോഴത്തേക്കും 1 ലിറ്റർ ടർബോ സീസറുള്ള പെട്രോൾ എൻജിനാണ് കിട്ടുന്നത്. അപ്പം അതിൽ ഓട്ടോമാറ്റിക്കും മാനുവൽ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. 6 സ്പീഡ് മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്കും ടോർക്ക് കൺവേർട്ടർ ഓപ്ഷനാണ്. അതായത് ഇന്നിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് രാവിലെ സെഷനിൽ ഓടിക്കുന്നത് മാനുവൽ ട്രാൻസ്മിഷനാണ്. ഞാൻ ഡ്രൈവ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഇൻസൈഡ് കയറുമ്പോഴത്തേക്കും ഒന്ന് ഷെയർ ചെയ്യാം. അതേപോലെ ഓട്ടോമാറ്റിക് ഉണ്ട്. ഓട്ടോമാറ്റിക് കുറച്ചുകൂടെ ഫൺ ടു ഡ്രൈവ് ആണ് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. നമുക്കത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഈ ഒരു വെഹിക്കിളിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസിങ് തന്നെയാണ് കേട്ടോ. 7.89 ലാക്സ് മുതൽ 14.40 ലാക്സ് വരെ എക്സ്ഷോറൂം പ്രൈസിലായിട്ട് കുറേ അധികം വേരിയൻസ് ഉണ്ട്. അപ്പോൾ അതിൽ വേരിയൻസ് നോക്കുമ്പോഴത്തേക്കും ക്ലാസിക്, സിഗ്നേച്ചർ പ്ലസ്, പ്രസ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് വേരിയൻസ് ഉണ്ട്. അതിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രസ്റ്റേജ് മുതലാണ് കേട്ടോ. അതായത് പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10.59 ലാക്സ് എക്സ്ഷോറൂം പ്രൈസ് മുതലാണ് ഓട്ടോമാറ്റിക് വേരിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു സബ് 4 മീറ്റർ കാറ്റഗറി വെഹിക്കിൾസിൽ കിട്ടാവുന്ന വെച്ചിട്ട് ഓട്ടോമാറ്റിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ മാനുവലൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് കിട്ടാവുന്നതിൽ ബെസ്റ്റ് ഒരു പ്രൈസിലാണ് കൈലാക്കിൻ്റെ പ്രൈസിങ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡ്രൈവ് എക്സ്പീരിയൻസ് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഓവറോൾ ഒരു വാക്ക് അറൗണ്ട് കൊണ്ട് നോക്കാം. ഫ്രണ്ട് ലുക്ക് നമുക്ക് ആ ഒരു സ്ക്വാഡഡ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ്സ് കീപ്പ് ചെയ്യുന്ന ആ ഒരു ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള ഫ്രണ്ട് കാര്യങ്ങളൊക്കെ ആണ്. അതുപോലെ തന്നെ DRLs, പിന്നെ ഒരു പ്രൊജക്ട് ഹെഡ്ലാമ്പ് യൂണിറ്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത്യാവശ്യം ക്ലിയറൻസ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും 17 ഇഞ്ചുള്ള വീൽസാണ് കാണുന്നത്. അലോയ് വീൽസാണ്, ഡ്യുവൽ ടോൺ അലോയ് വീൽസാണ് കാണുന്നത്. ഇതിൽ ക്ലാസിക്കിലേക്ക് വരുമ്പോഴത്തേക്കും നോർമൽ ഒരു വീൽസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അലോയ് സ്റ്റാർട്ട് ചെയ്യുന്നത് മിഡ് വേരിയൻറ്റ് മുതലാണ്. മിഡ് വേരിയൻറ്റിൽ വേറൊരു ടൈപ്പ് ഓഫ് സിംഗിൾ കളർ വരുന്നൊരു അലോയ് ആണ് കേട്ടോ. ടോപ്പ് എണ്ണിലേക്ക് വരുമ്പോഴത്തേക്കുമാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്യുവൽ ടോൺ വരുന്നത്. അതും 17 ഇഞ്ച് വീൽസിൽ കിട്ടുന്നത്. പിന്നെ അത്യാവശ്യം വലിയൊരു വീലാർച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഇപ്പം നമ്മൾ ഈ ഒരു റഫ് ടെറയിൽ ഓടിച്ചിട്ടാണ് കേട്ടോ ഫുള്ള് ഒരു പൊടി പിടിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ അത്യാവശ്യം നല്ലൊരു ഡ്രൈവ് എക്സ്പീരിയൻസ് നടത്തിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ റിയർ സൈഡിലെ സ്പേസ് കൂടെ ഒന്ന് കാണിച്ചു തരാം. കാരണം ഈ ഒരു കാറ്റഗറി ഓഫ് വെഹിക്കിൾസ് ഒക്കെ നോക്കുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്പേസ് കൂടിയാണല്ലോ റിയർ സ്പേസ് പറയുന്നത്. കാരണം ഈ ഒരു വെഹിക്കിൾ ശരിക്കും കുറച്ചുകൂടെ ഫാമിലി ഓഡിയൻസ് അല്ലെങ്കിൽ സിംഗിൾ യൂസിൽ ഇപ്പം ലേഡീസിനൊക്കെ ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടു നടക്കാവുന്ന രീതിയിലാണ് ഈ ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. പിന്നെ ജസ്റ്റ് ഞാൻ റിയർ സൈഡ് ഒന്ന് കാണിച്ചു തരാം. റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഡിസൈനാണ്. കാരണം ഒരു സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റ്, അതേപോലെ തന്നെ നമുക്ക് റിയർ സൈഡിലായിട്ട് ഡിഫോക്കസ്, അതേപോലെ വൈപ്പേഴ്സ്, ചെറിയൊരു ഷാർക്ക് ഫിൻ ആൻഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. പിന്നെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ബൂട്ട് സ്പേസ് ആണ് കേട്ടോ. ബൂട്ട് സ്പേസ് വരുമ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്തിട്ടുണ്ട്. 446 ലിറ്ററാണ് ഈ ഒരു സ്പേസ് വരുന്നത്. അതേപോലെ തന്നെ 60-40 സ്പ്ലിറ്റ് സീറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലാർജ് സ്പേസ്, ലഗേജ് സ്പേസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹൈറ്റ് ഉണ്ട്. ഈ ഒരു ഭാഗം അത്യാവശ്യം ഹൈറ്റിലാണുള്ളത്. നമ്മൾ സാധനങ്ങൾ എടുത്ത് കുറച്ച് അപ്പിൽ വേണം എടുത്ത് കയറ്റി വെക്കാം. കാരണം ഇതൊരു SUV സ്റ്റൈലിലുള്ള വാഹനം ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻ അങ്ങനെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ റിയർ സ്പേസ് കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അതേപോലെ റിയർ സൈഡിൽ അല്ലെങ്കിൽ ഓവറോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ ഒരു മൊത്തത്തിൽ ഒരു ബോൾഡ് ഫീലാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഈ ഒരു ബമ്പർ ഭാഗങ്ങളും അല്ലെങ്കിൽ ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണുമ്പോഴും അത്യാവശ്യം ഒരു ബോൾഡ് ആയിട്ടുള്ളൊരു ഫീലാണ് ഈ ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇനി നമുക്ക് എന്തായാലും റിയർ സൈഡിലെ സ്പേസ് കാര്യം നോക്കാം. അതേപോലെ ഈ ഒരു വെഹിക്കിളിന് മറ്റൊരു പ്രത്യേകതയും കൂടി അറിയാമല്ലോ. നമ്മുടെ കാസർഗോഡുകാരനായിട്ടുള്ള മുഹമ്മദ് സിയാദ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ പേര് നൽകിയിട്ടുള്ളൊരു വാഹനം കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്കോഡയുടെ കൈലാക്ക് എന്നുള്ളൊരു പേര് നെയിം ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് സ്കോഡ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അതൊരു മലയാളി നമ്മുടെ കാസർഗോഡുകാരനാണ് ഈ ഒരു പേര് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. അപ്പം റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും
അത്യാവശ്യം നല്ലൊരു സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഹെഡ് റൂം സ്പേസ് നോക്കിയാലും ഈ ഒരു ഹെഡ് ഇരിക്കുന്ന ഭാഗത്ത് കണ്ട് ഇവിടെ ഒരു കേവ് വന്നിട്ടുള്ളൊരു ഷേപ്പിലാണ് കേട്ടോ. അതായത് ഇവിടെ കുറച്ചൊരു പ്രൊജക്ഷൻ വന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് കുറച്ച് സ്പേസ് കൊടുത്തിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ലെഗ് റൂം സ്പേസും അത്യാവശ്യം നമ്മളിപ്പോൾ മാക്സിമം സീറ്റ് ഇറക്കിയിട്ടുള്ളത് ഈ ഒരു സ്പേസിലേക്കൊരു ലെഗ് റൂം സ്പേസും കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഒരു ഫാമിലിക്കുള്ള സ്പേസ്, ഇപ്പം നമുക്ക് 3 പേർക്കും കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ വേണ്ടിയുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ്സൊക്കെ ആണെങ്കിലും നല്ലൊരു നീറ്റ് സ്റ്റിച്ചിങ് കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. സെൻട്രലായിട്ട് ഹാൻഡ് റെസ്റ്റ് പ്ലസ് ചെറിയ ബോട്ടിൽസ് വെക്കാനുള്ള കപ്പ് ഹോൾഡേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിൻ്റെ ബാക്കിലായിട്ട് പോക്കറ്റ്സ് കാര്യങ്ങൾ കാണാം. AC വെൻസ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ്, ചാർജിങ് ഓപ്ഷൻ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ടണൽ ഹൈറ്റ് നോക്കുവാണെങ്കിൽ കുറച്ചൊരു ടണൽ ഹൈറ്റ് ഉണ്ട് കേട്ടോ, വളരെ ചെറിയൊരു ടണൽ ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 പേർക്ക് ഹെഡ് റെസ്റ്റിനുള്ള ഓപ്ഷനും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻട്രലായിട്ട് കുറച്ച് ലൈറ്റ്സ് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കാണാം. ഗ്രാബ് റെയിൽ 2 വശത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്, ഞാൻ ഓൾറെഡി വാക്ക് അറൗണ്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ഭാഗം നോക്കി നമുക്ക് വളരെ ഒരു പ്രീമിയം ക്ലാസ്സിൽ കാണുന്ന ടൈപ്പ് ഓഫ് ഉള്ള ഒരു ഡിസൈനിലാണ് ഈ ഒരു ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പവർ വിൻഡോയുടെ ഒരു ഇൻസേഷനും കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഡിസൈൻ വൈസ് നല്ലൊരു സ്റ്റാൻഡേർഡ് ഡിസൈനാണ്. അപ്പോൾ നമ്മൾ ഡ്രൈവിന് അടുത്തേക്ക് വേണം കേട്ടോ. അപ്പം ആദ്യം കിട്ടിയിട്ടുള്ളത് മാനുവൽ ട്രാൻസ്മിഷൻ ആണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇപ്പോൾ ഒരു ഗ്രൗണ്ട് ഏരിയ ആണ്. അപ്പോൾ ഇതിൽ കുറച്ച് ടെറൈൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം നീറ്റായിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അതേപോലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ എന്താ പറയുക, മാനുവൽ ട്രാൻസ്മിഷൻ ഡ്രൈവ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വളരെ ഫൺ ടു ഡ്രൈവ് ഒരു വെഹിക്കിളാണ്. കാരണം കൊച്ചൊരു വെഹിക്കിളാണ്, പ്ലസ് നമുക്ക് സിറ്റി പർപ്പസിലും എല്ലാം കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടു നടക്കാവുന്ന രീതിയിലുള്ള ഒരു വെഹിക്കിൾ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ ഒരു ഹമ്പൊക്കെ ഉള്ള ഏരിയ വഴിയാണ്. സോ അതിൻ്റെ ഒരു ചെറിയൊരു ആർട്ടിക്കുലേഷനാണ് കാണുന്നത്. സോ നോക്കി സസ്പെൻഷൻ സെറ്റപ്പ്, നീറ്റായിട്ടുള്ള സസ്പെൻഷൻ സെറ്റപ്പാണ് ഇതിൽ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ജസ്റ്റ് ഇപ്പം നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ പവർ ഫിഗേഴ്സ് നോക്കുമ്പോഴത്തേക്കും പവർ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 115 PS പവറും 178 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്, TSI എഞ്ചിനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പെർഫോമൻസ് ഓൾറെഡി പ്രൂവ്ഡ് ആയിട്ടുള്ള എഞ്ചിനാണല്ലോ, അതിൻ്റെതായിട്ടുള്ളൊരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വെഹിക്കിളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് റെസ്പോൺസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ സഡൻ ആയിട്ടുള്ള റെസ്പോൺസ് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് മാനുവൽ ഈ പറഞ്ഞ പോലെ വളരെ ഈസി ആയിട്ടുള്ള ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ, പിന്നെ ഹാൻഡ്ലിംഗ് വൈസ് ഒക്കെ നോക്കിയാലും ഇപ്പോൾ സ്റ്റിയറിംഗ് 2 സ്ട്രോക്ക് സ്റ്റിയറിംഗ് വീലാണ്, സ്കോഡയുടേതായിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുള്ള വളരെ നീറ്റായിട്ടുള്ള ഒരു ഇൻസെഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓവറോൾ മാനുവൽ ഡ്രൈവ് ചെയ്തപ്പോഴത്തേക്കും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീലാണ് കിട്ടിയത്. അപ്പോൾ മാനുവലിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് ഈ പറഞ്ഞ പോലെ 7.89 lakhs മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ് ടു 14.40 lakhs വരെയുള്ള ആ ഒരു പ്രൈസിങ്ങിൽ ഡിഫറെൻറ്റ് വേരിയൻസിൽ അവൈലബിൾ ആണ്. അപ്പം നമുക്കൊരു അത്യാവശ്യം ബഡ്ജറ്റിൽ വേണം ഒരു വെഹിക്കിൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഒരു SUV സ്റ്റൈലിംഗ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ബേസ് മോഡൽ ചൂസ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം തന്നെ സ്കോഡ ഈ ഒരു ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുള്ള സ്കോഡ ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ടോപ്പ് എൻഡ് ആണ്. അപ്പോൾ ഇതിലെ ഫീച്ചേഴ്സ് നമുക്ക് ഓരോന്നോരായി നോക്കാം. നമ്മളിനി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇൻറ്റീരിയർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. നമുക്കിനി ഒന്ന് കുറച്ച് ഫാസ്റ്റ് ആയിട്ടൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ സെക്കൻഡിലേക്ക് ആയിട്ടുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എഞ്ചിൻ്റെ പവർ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 1 ലിറ്റർ എഞ്ചിനാണ്, 115 PS പവറും 178 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടർബോ ചാർജ് ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനാണ്, ഓൾറെഡി പ്രൂവ്ഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എഞ്ചിൻ്റെ ഗിയർ ബോക്സും നമുക്ക് യാതൊരു പേടിയും വേണ്ട. വളരെ ക്ലീൻ ആൻഡ് റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. കുറച്ച് നാൾ കൂടിയാണ് കേട്ടോ ഒരു 1 ലിറ്റർ എഞ്ചിൻ ഓടിക്കുന്നത്. അപ്പം സോ ഹാപ്പി, വളരെ റെസ്പോൺസ് ഉണ്ട്. അതേപോലെ തന്നെ നല്ല പുള്ളിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മസ്റ്റായിട്ടും മാനുവലൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒന്ന് ടെസ്റ്റ് എടുക്കുക. അതേപോലെ തന്നെ നമുക്കിപ്പം നിലവിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നിലവിൽ നമുക്ക് ഈ കോമ്പാക്ട് SUV കാറ്റഗറിയിലേക്ക് ഇപ്പോൾ ഒരു ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാവുന്നൊരു മോഡലാണ് ശരിക്കും കൈലാക്ക്. ഇതേ അടുത്ത കൈലാക്ക് ഡ്രൈവിന് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേർട്ടർ മോഡലാണ്. ഈ കളർ എങ്ങനെയുണ്ട്? ഒലീവ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ്. ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ എല്ലാവരും ശ്രദ്ധ ആകർഷിച്ച ഒരു കളറാണ്. ഇതിൻ്റെ പെയിൻറ്റിങ് ക്വാളിറ്റിയും അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു പ്രസൻസ്, റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ ഗംഭീരമാണ്. കാരണം പുതിയൊരു കളറാണല്ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടോ? എന്താ അഭിപ്രായം ജസ്റ്റ് കമൻറ്റിലൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേർട്ടർ മോഡൽ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ ദൂരം ഒന്ന് ഓടിച്ചു നോക്കിയിട്ടുണ്ട്, പെർഫോമൻസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഈ ഒരു ഓട്ടോമാറ്റിക് കാറാണ് കേട്ടോ. കാരണം കുറച്ചുകൂടെ എന്താ പറയുക റെസ്പോൺസും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ഫൺ ടു ഡ്രൈവ് എന്ന് പറയില്ലേ, ഒരുപാട് ആളുകൾക്കും എനിക്ക് തോന്നുന്നു ഓടിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു കാർ കൂടിയാണ് ഈ ഒരു ഓട്ടോമാറ്റിക്. മാനുവലും ഒട്ടും പുറയിലല്ല, പക്ഷേ എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഓട്ടോമാറ്റിക് ഒന്ന് ഓടിച്ചപ്പോഴത്തേക്കുമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഇൻറ്റീരിയർ നോക്കാം, അത് കഴിഞ്ഞ് ഞാൻ ഡ്രൈവ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഇൻസ്റ്റയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി വാക്ക് അറൗണ്ട് ചെയ്തപ്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എങ്കിലും പറയാം,
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇപ്പം സീറ്റിംഗ് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. അതിൽ ഒരു സ്ലൈഡിംഗ് ആംബ്രസ്റ്റ് പ്ലസ് ഒരു സപ്പോർട്ടറായിട്ട് വരുന്നുണ്ട്. പിന്നെ വെന്റിലേറ്റർ സീറ്റ്സ് ആണ് 2 സീറ്റ്സും വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് മറ്റ് ഫീച്ചേഴ്സ് നോക്കുമ്പോഴത്തേക്കും ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുമ്പോൾ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ സപ്പോർട്ട് വരുന്നുണ്ട്. 25.6 ഒരു സെന്റിമീറ്ററോളം വരുന്ന ഒരു അത്യാവശ്യം നല്ല സപ്പോർട്ടീവമായിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് കേട്ടോ. അതേപോലെ ക്ലസ്റ്റർ സൈഡ് നോക്കുവാണെങ്കിൽ 20.32 സെന്റിമീറ്ററിന്റെ ക്ലസ്റ്റർ സൈഡാണ്. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അതിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ക്ലസ്റ്റർ സൈഡ് ആണ്. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ നോക്കുമ്പോഴത്തേക്കും ടെലിസ്കോപ്പിക് ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതിന്റെ സ്റ്റിയറിംഗ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. വളരെ ലൈറ്റ് ആയിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. അതിൽ തന്നെ ഈ ഒരു മൗണ്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വാക്ക് അറൗണ്ട് എത്തപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വളരെ രസമായിട്ടുണ്ട് കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ ലുക്ക് കാണാനും നല്ല രസമുണ്ട്. 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. ഇവിടെ ഒരു ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഇൻസെഷൻ പ്ലസ് ഒരു സിൽവർ ഇൻസെഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിന്റെ സ്റ്റിച്ചിങ് ഓൾസോ നൈസ് ആണ്. അതേപോലെ AC-യുടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. വയർലെസ് മൊബൈൽ ചാർജിങ് ഓപ്ഷൻ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. C കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻസ്, 12 വോൾട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഓരോ ഓപ്ഷൻസ്. അതുപോലെ ധാരാളമായിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസ് കണ്ടുള്ള കാര്യങ്ങളുണ്ട്. റൈസൈഡിലേക്ക് വരുമ്പോഴത്തേക്കും പവർ വിൻഡോസിന്റെ കൺട്രോളും ORVM കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ഡോർ ഹാൻഡിലിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡിസൈൻ കണ്ടോ, നല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞ നല്ല ഡിസൈൻ ആണ്. അപ്പം കളർ നോക്കിയാലും ഒരു ലൈറ്റ് ഗ്രീൻ, ലൈറ്റ്, അതായത് സ്കോഡയുടെ ലോഗോ കളറിന് ഇൻസ്പയർഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഇന്ത്യയുടെ കളർ കോംബോ നമ്മൾ ഇൻസൈഡിൽ എല്ലായിടത്തും കാണാം. ഈ ഒരു ഗ്രീൻ ഇവിടെ ഉണ്ട്. അതേപോലെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ആ ഒരു ഗ്രീൻ ഇൻസേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് വേറൊരു വൈറ്റ്, വേറൊരു അത്യാവശ്യം റഫായിട്ടുള്ള സർഫസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വേണ്ടിയിട്ടുള്ള ഇന്ത്യയിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ കാണാം. പിന്നെ പ്രധാനപ്പെട്ട കാര്യം സേഫ്റ്റിയുടെ കാര്യം നോക്കുമ്പോൾ സേഫ്റ്റി സൈഡ് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ പോലെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. സോ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഫുൾ പാക്ക് ആയിട്ട് വന്നിട്ടുള്ള ഒരു വാഹനമാണ്. ഇനിയിപ്പോൾ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനെ പറ്റിയാണ്. അപ്പം നമുക്ക് ഡ്രൈവ് എടുത്തുകൊണ്ട് സംസാരിക്കാം അല്ലേ. കാരണം വളരെ എന്താ പറയുക, ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റിംഗ് ആണ്. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, ഇതുണ്ടോ, വളരെ ലൈറ്റ് ആയിട്ടുള്ള, ഇപ്പൊ പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഷിഫ്റ്റിംഗ് ആണ്. ജസ്റ്റ് നമുക്ക് ഡ്രൈവ് എടുക്കാം. ജസ്റ്റ് ഫസ്റ്റ് ഇട്ടു, ഞാൻ കാല് കൊടുക്കണേ കേട്ടോ. വളരെ സ്മൂത്ത് ആയിട്ടാണ് ഷിഫ്റ്റ് ആവുന്നത് കേട്ടോ. ആ ടോർക്ക് കൺവെർട്ടറിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു ലാഗും ഇല്ലാതെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് കയറി പോകുന്നത്. അത് മാത്രമല്ല ഈ ഒരു വെഹിക്കിളിന്റെ ഹാൻഡ്ലിംഗ് എടുത്തു പറയേണ്ടതാണ്. ഇതിന്റെ ഒരു ഓവറോൾ ഡിസൈനും അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്ട്രക്ചറും ശരിക്കും ഹാൻഡ്ലിംഗ് വൈസ് നോക്കിയാലും അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി സൈഡ് നോക്കിയാലും വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ ലൈറ്റ് ആയിട്ട് നമുക്ക് ഡെയിലി നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് സ്കോഡ ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഓടിച്ച് എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. കാരണം ഞാൻ രാവിലെ ഫുള്ള് മാനുവൽ ഓടിച്ചു. മാനുവലും എനിക്ക് ഇഷ്ടമായി. പക്ഷെ ഇപ്പൊ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ രസമുണ്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. നമുക്കൊരു ഭയങ്കര സ്ട്രെസ് റിലീഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യില്ലേ, ആ ഫീല് ഒരു ഒന്നൊന്നര ഫീലാണ്. അതുപോലെ തന്നെ ഞാൻ ഓരോ കോർണേഴ്സും വളരെ ഫാസ്റ്റ് ആയിട്ടും സ്ലോ ആയിട്ടും ഭയങ്കര ഇതിന്റെ ഒരു ഹാൻഡ്ലിംഗ് അറിയാൻ വേണ്ടി പല രീതിയിൽ ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടുണ്ടായി. അപ്പൊ ഹാൻഡ്ലിംഗ് വൈസ് ആണെങ്കിൽ നമ്മൾ വണ്ടി പിടിക്കുന്നിടത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ എഞ്ചിന്റെ പെർഫോമൻസും, സോ 1 ലിറ്റർ ടർബോ ചാർജ് ആയിട്ടുള്ള എഞ്ചിന്റെ ഓൾറെഡി പ്രൂവ്ഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. ആ ഒരു എഞ്ചിന്റെ ഫുൾ പവറും എക്സ്പീരിയൻസ് ചെയ്തു. സോ വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനമായിട്ടാണ് എനിക്ക് കൈലാക്കിനെ ഓവറോൾ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സ്കോഡയുടെ കൈലാക്ക് മാനുവലി ഓട്ടോമാറ്റിക് ഓടിച്ചു. കുറച്ചധികം ഡീറ്റെയിൽസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വെഹിക്കിൾ ശരിക്കും മാർക്കറ്റിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ, അതാണ് എടുത്തു പറയേണ്ട ഒരു പോയിന്റ്, 7.89 ലാക്സ് മുതൽ 14.40 ലാക്സ്, ആ ഒരു ലാക്സിൻ്റെ ഇടയ്ക്ക് എക്സ് ഷോറൂം പ്രൈസിൽ ഡിഫറെൻറ്റ് വേരിയൻസ് ഉണ്ട്. അതിൽ ഓട്ടോമാറ്റിക്കും നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നുണ്ട്. സോ ഓവറോൾ മാനുവലിലേക്ക് നോക്കിയാലും അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സ് ബേസ് മോഡൽ മുതലേ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പം സ്കോഡയുടെ ഒരു ഗുഡ് പാക്കേജും കൂടെ ആഡ് ഓൺ ആയി വരുമ്പോഴത്തേക്കും, അതായത് ഇതിൻ്റെ വാറൻറ്റി സൈഡും കാര്യങ്ങളൊക്കെ ഗുഡ് പാക്കേജാണ് സ്കോഡ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോഴത്തേക്കും അഫോർഡബിൾ റേറ്റിലേക്ക് കോമ്പാക്ട് SUV കാറ്റഗറിയിലേക്ക് എന്തായാലും തരംഗമാകാൻ പോകുന്ന ഒരു മോഡൽ തന്നെയാണ് സ്കോഡയുടെ കൈലാക്ക്. കാരണം കോമ്പറ്റീറ്റേഴ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും 1 ലിറ്റർ എഞ്ചിനുള്ള 3-4 കോമ്പറ്റീറ്റേഴ്സാണുള്ളത്. അപ്പം ആ ഒരു കോമ്പറ്റീറ്റേഴ്സിൻ്റെ കൂടെ ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ഈ ഒരു വാഹനം നല്ല ഇടിച്ചു കയറി നിൽക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആതിര മുരളി ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. നമ്മുടെ വീഡിയോ മാക്സിമം ഒന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.